ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് വന്ന കുട്ടി അമ്മയുടെ കൈകളിലേക്ക് ഒരു കത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ഇത് അമ്മയുടെ കയ്യിൽ തരാൻ ടീച്ചർ പറഞ്ഞു. ആ അമ്മ ആകാംക്ഷയോടെ ആ കത്ത് വാങ്ങി പൊട്ടിച്ചു വായിച്ചു. അമ്മയുടെ മുഖം മങ്ങുന്നത് കണ്ട് ആ കുഞ്ഞമ്മയോട് ചോദിച്ചു, എന്താണമ്മേ കത്തിൽ? അമ്മ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഉറക്കെ ഇങ്ങനെ വായിച്ചു, നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുള്ളവനാണ്, മറ്റു കുട്ടികളെക്കാൾ മിടുമിടുക്കൻ. ഞങ്ങളെക്കൊണ്ട് അവനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്കൂളിൽ സൗകര്യങ്ങൾ അതിന് മതിയാകുന്നില്ല. നിങ്ങൾ തന്നെ കൂടുതൽ സമയം ഇവനെ പഠിപ്പിക്കുക, അതായിരിക്കും നല്ലത്. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാലം കടന്നുപോയി. ആ കുട്ടി വളർന്നു ലോകം അറിയപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞനായി. ഒരിക്കൽ വീട്ടിലെ പഴയ സാധനങ്ങൾ വൃത്തിയാക്കുന്ന എഡിസൺ ഒരു മടക്കിയ കത്ത് കാണാനിടയായി. അന്ന് ടീച്ചർ കൊടുത്തുവിട്ട ആ കത്തായിരുന്നു അത്. അവനത് തുറന്നു നോക്കി. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ആ കത്തിലേക്ക് വീണു. അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണ്. ഇവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കാവില്ല. ദയവായി നിങ്ങളുടെ മകനെ നാളെ മുതൽ സ്കൂളിലേക്ക് അയക്കരുത്. എഡിസൺ തൻ്റെ മേശയിലിരുന്ന ഡയറി എടുത്ത് ഇങ്ങനെ എഴുതി, ബുദ്ധിയില്ലാത്ത എഡിസനെ ലോകത്തിനു മുന്നിൽ മഹാനാക്കിയ എൻ്റെ അമ്മയാണ് യഥാർത്ഥ ധീരവനിത. പ്രിയമുള്ളവരെ, ഒന്ന് ഓർക്കുക, ഇന്ന് കുട്ടി കാണിക്കുന്നതോ ചെയ്യുന്നതോ ആയിരിക്കില്ല നാളെ അവനൊരു പക്ഷേ ലോകം ജയിച്ചേക്കാം. ഇന്നത്തെ ചെയ്തികൾ കണ്ട് അവനെ കൊള്ളരുതാത്തവൻ എന്നോ പൊട്ടനെന്നോ കഴിവില്ലാത്തവനെന്നോ മുദ്രകുത്തി തള്ളിക്കളയരുത്. കുഞ്ഞുങ്ങളുടെ വിജയം മാതാപിതാക്കളുടെ കൂടെ കൈകളിലാണെന്നുള്ളത് നാം മറന്നു പോകരുത്. മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം കുട്ടികളെ കഴിവുകെട്ടവൻ, മടിയനെന്നൊക്കെ ആക്ഷേപിക്കാതെ കഴിവിൻ്റെ പരമാവധി ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹവും പരിലാളനയും കൃത്യമായി ലഭിക്കാതെ വളർത്തപ്പെട്ടവനായിരുന്നു മോശ. ഫറവോനെ പേടിച്ച് ചെറുപ്പം നഷ്ടപ്പെട്ടവനായ വിക്കനെന്ന് വിളിക്കപ്പെട്ടിരുന്നവനായ മോശയെയാണ് ദൈവം പുറപ്പാട് എന്ന വലിയ ദൗത്യം ഏൽപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടെത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതൊക്കെ ഏറെ പ്രധാനമായ ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും ഒരേ കഴിവുകൾ ലഭിക്കില്ലല്ലോ. പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ നൽവരങ്ങൾ പലതുണ്ട്. ഒരേ ആത്മാവ് തന്നെ ജ്ഞാനത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും നൽവരങ്ങൾ നൽകുന്നു. എല്ലാ നൽവരവും എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ആയതിനാൽ ദൈവം നൽകുന്ന നൽവരങ്ങളെയും കഴിവുകളെയും വർദ്ധിപ്പിക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക, അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക, അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയാ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ.